നാലു കന്യകമാരുണ്ടെനിക്ക് കൊടുപ്പാന, നാലു പുത്രന്മാർ ഭവാൻ തനിക്കുമുണ്ടല്ലോ താനും. ആകയാൽ നാലു കുമാരർക്കും വിവാഹം ചെയ്കിലോ, നിരൂപിച്ചാലേതുമേ മടിക്കണ്ട. അതേ മഹാരാജാവേ, യജ്ഞം കഴിഞ്ഞ് ഭൂമി ഉഴുതപ്പോൾ കിട്ടിയത് പെൺകുട്ടിയാണ്. അതുകൊണ്ടാണ് സീത എന്ന് വിളിച്ചത്. ജനകന്റെ മകളായതുകൊണ്ട് ജാനകി എന്നും വിളിച്ചു. മിഥിലാ രാജ്യത്തെ രാജകുമാരി ആയതുകൊണ്ട് മൈഥിലി എന്നും ചിലർ വിളിച്ചു. ജനക മഹാരാജാവിന് സീത മാത്രമാണോ സന്താനം? അല്ല, ഭൂമിദേവി കനിഞ്ഞു നൽകിയ സീതയ്ക്കൊപ്പം അദ്ദേഹത്തിന്റെ പത്നിയിൽ പിറന്ന ഒരു മകൾ കൂടിയുണ്ട്, ഊർമിള. രാജർഷിയായ ജനകന്റെ പാണ്ഡിത്യവും മറ്റു ഗുണഗണങ്ങളും അതേപടി ആർജിച്ച കന്യകയാണ് ഊർമിള. അതു നന്നായി. കുലപരമ്പരകളുടെ ചേർച്ചയും കുലീനത്വവും കൊണ്ട് ആ രണ്ട് കുമാരിമാരും ഇക്ഷ്വാകു വംശത്തിന് വധുക്കളാകേണ്ടവരാണെന്ന് നമുക്ക് തോന്നുന്നു. സീതയെ രാമൻ വരിക്കുമ്പോൾ ഊർമിളയെ ലക്ഷ്മണൻ വരിക്കുന്നത് ഉചിതമായിരിക്കും. തീർച്ചയായും. അത് മാത്രമല്ല, മറ്റെന്തോ കൂടി സംഭവിക്കാനുണ്ടെന്ന് നമുക്ക് തോന്നുന്നു. ശുഭകരമോ അതോ അശുഭകരമോ? ശുഭകരമായത് മാത്രമേ ദിനത്തിൽ സംഭവിക്കാനുള്ളൂ മഹാരാജൻ. പ്രണാമം. ഏവർക്കും പ്രണാമം. ഇത് കുശധ്വജൻ, എൻ്റെ ഇളയ സഹോദരൻ. ഇക്ഷുമതി നദീതീരത്തെ സാംകാശപുരി വാഴുന്നു. മഹർഷി വിശ്വാമിത്രനും വസിഷ്ഠ മഹർഷിക്കും ദശരഥ മഹാരാജാവിനും എൻ്റെ നമസ്കാരം. ശൈവചാപം കുലച്ചൊടിച്ച വീരനെ കാണാനും സീതയുടെ വിവാഹം കൂടാനും വന്നതാണ് ഞാൻ. അങ്ങയ്ക്കും സാംകാശപുരിയിലുള്ള അങ്ങയുടെ കുടുംബത്തിനും ക്ഷേമാശംസകൾ. എൻ്റെ രണ്ടു പെൺമക്കളും എന്നോടൊപ്പം ഇവിടെ വന്നിട്ടുണ്ട്. സീത അവർക്കും സഹോദരിയല്ലേ, മാത്രമല്ല ഏറെക്കുറെ സമപ്രായക്കാരും. ഓ, സീതയുടെ സമപ്രായക്കാരാണല്ലേ? അതു നന്നായി. എങ്കിൽ മഹാരാജൻ, നമുക്ക് വിവാഹ കാര്യങ്ങളിലേക്ക് കടക്കാം. വസിഷ്ഠ മഹർഷേ, അങ്ങേക്കും സമ്മതമല്ലേ? വിവസ്വാന്റെ പുത്രൻ മനുവാണ് ആദ്യത്തെ അയോധ്യാധിപൻ. വിശ്വവിശ്രുതരായ അനേകം ഭൂപാലന്മാർ, ഇക്ഷ്വാകു, ത്രിശങ്കു, യയാതി, അജൻ, അജപുത്രനായ ദശരഥൻ, പിന്നെ രാമൻ. മഹർഷേ, അയോധ്യാധിപന്മാരുടെ വംശകഥനം നടത്തിയ സ്ഥിതിക്ക് നമ്മുടെ വംശത്തെക്കുറിച്ചും പറയുന്നു. നിമിയുടെ പുത്രനായ മിഥിയാണ് മിഥിലാരാജ്യം സ്ഥാപിച്ചത്. കീർത്തിമാന്മാരും ധർമ്മനിരതരുമായ നിരവധി രാജാക്കന്മാർ. അതിൽ റസ്വരോമന്റെ പുത്രനായി ഞാനും കുശധ്വജനും. സന്തോഷം. അങ്ങയുടെ പ്രപിതാമഹന്മാരെ സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ജ്യേഷ്ഠപുത്രനായ രാമന് വേണ്ടി സീതയും ഇളയപുത്രനായ ലക്ഷ്മണന് വേണ്ടി ഊർമിളയെയും വരിക്കുന്നു. മംഗളവാക്യം സ്വീകരിക്കുന്നു. ദശരഥ മഹാരാജാവിന് 4 പുത്രന്മാരാണ്. അതിൽ 2 പേർ മുമ്പേ തന്നെ മിഥിലയിലെത്തി. പിന്നെയുള്ള 2 പേർ ഭരതനും ശത്രുഘ്നനും അവരിപ്പോഴെത്തിയിട്ടുണ്ട്. കുശധ്വജന്റെ കുമാരിമാരെ കുറിച്ച് കേട്ടപ്പോൾ നമുക്ക് പുതിയൊരാശയം തോന്നുന്നു. എന്താണ് അവരുടെ പേര്? മാണ്ഡവിയും ശ്രുതകീർത്തിയും. ദശരഥ പുത്രന്മാരായ ഭരതൻ മാണ്ഡവിയും ശത്രുഘ്നൻ ശ്രുതകീർത്തിയും വരിക്കുന്നതിൽ അങ്ങേക്ക് വിസമ്മതമുണ്ടോ? ഒരിക്കലുമില്ല. ഒരേ കുടുംബത്തിലെ സഹോദരിമാരാണവർ. അവർ ഒരേ കുടുംബത്തിൽ തന്നെ വധുക്കളെ ചേരുന്നതിൽ പരം ചാരിതാർത്ഥ്യം എന്താണുള്ളത്? എങ്കിൽ സീതയ്ക്കും ഊർമിളക്കും
മാണ്ഡവിക്കും ശ്രുതകീർത്തിക്കും ഒരേ വിവാഹവേദിയിൽ മാംഗല്യം. ഹോമവും കഴിച്ചു തൻ പുത്രിയാം വൈദേഹിയെ രാമനു നൽകിയിടിനാൻ ജനകമഹീന്ദ്രൻ.